നല്ല സന്തോഷമുണ്ട് ഈ ചടങ്ങിലേക്ക് എനിക്കും എത്താൻ കഴിഞ്ഞതിൽ. ഒരു പക്ഷേ ഇത്രയും കാലം CPMൻ്റെ ഭാഗമായി ജനപ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് 3 തവണ MLA ആയും ഒക്കെ പ്രവർത്തിച്ചിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും നിങ്ങളെയൊക്കെയും പലരെയും കാണാറുണ്ട്, നേതാക്കളെയൊക്കെ. അപ്പോൾ ആലോചിക്കാം, ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധിയായിട്ടുള്ള വർഗവഞ്ചകി എന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഭാഷകൾ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു തോന്നലുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സരിനടക്കം ശോഭന ജോർജ് അടക്കം എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ പേർ ആ പ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് കൂടി എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. ഞാൻ എന്നും അത്രയൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ ഈ പരിപാടിയിലാണ് ആദ്യമായിട്ട് ഞാനിപ്പം പങ്കെടുക്കുന്നത്, ഈ കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായതെന്ന് ചോദിച്ചു. വളരെ കാലമായിട്ട് ഞാനൊന്നും സത്യത്തിൽ ഒന്നും ചിന്തിക്കാതെ തുറന്നു പറയുകയാണ്. എന്നോട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് പോയപ്പോഴും പത്രക്കാരും മീഡിയ എല്ലാം വന്നിട്ട് ചോദിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്, പൊതുസമൂഹത്തോടൊപ്പം എത്രയോ പേര് ഇന്നങ്ങനെ എന്നെ വലിയ തോതിൽ ഉപദേശിച്ച ആൾ എൻ്റെ വീട്ടിൽ വന്നു, നല്ല തീരുമാനം എടുത്തെന്ന് പറഞ്ഞിട്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, വേലിലായുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം ഓഫീസിൽ കൂടെ പോയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, മനുഷ്യൻ്റെ ഒപ്പം ഇത്രയും കാലം എന്തായാലും പ്രാക്ടീസൊക്കെ കുറേ ഒഴിവാക്കി എല്ലാവരോടും ഒപ്പം പ്രവർത്തിച്ചതല്ലേ, അപ്പോൾ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പിന്നെ എന്തായാലും ഇപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുള്ള മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന എന്തായാലും ഒരു വലിയ ദേശീയ പ്രസ്ഥാനമാണല്ലോ, അതിൻ്റെ ഭാഗമായി ഇരുന്നാൽ കുറച്ചേറെ കാര്യങ്ങൾ, ഏതാണ്ട് വലിയ സംഭവം ഉണ്ടാക്കാനൊന്നുമല്ല ഇതൊക്കെ. ഇപ്പം താൽക്കാലികമാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാവും. ഒരിക്കലും അത് ആക്ഷേപമല്ല. എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും എല്ലാവരോടും ഒപ്പം, ജനങ്ങളോടൊപ്പം, എൻ്റെ പ്രസ്ഥാനം ഏതാണെങ്കിലും ആ പ്രസ്ഥാനത്തിന് മുകളിലല്ല ഞാൻ, ഒരിക്കലും ആയിട്ടില്ല, പണ്ടുമില്ല. എന്താണെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചോദിച്ചാലോചിച്ചുകൊണ്ടും മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടും തന്നെയാണ് ഇരുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് ഇത്രയും തുറന്നു പറയേണ്ടി വന്നത് ഇപ്പോൾ പല കോണിൽ നിന്നുള്ള വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ല. ഇന്ന് തന്നെ എന്നോട് വലിയ നേതാക്കൾ വർഗവഞ്ചകയാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചതിനെ സംബന്ധിച്ച് 24 ന്യൂസ് ചോദിച്ചു. അതുപോലെ വേറെ ആൾക്കാർ, ഐസക് സാറിനെ പോലുള്ളവരും മറ്റുള്ളവരും പാർട്ടിയാണ് ഇതെല്ലാം തന്നതെന്ന് പറഞ്ഞു. എല്ലാം സമ്മതിച്ചു. എൻ്റെ അച്ഛൻ CPMൻ്റെ കാലത്ത്, അന്നത്തെ കാലത്ത് പാർട്ടിയെന്ന് പറഞ്ഞ് അച്ഛൻ്റെ പണം ചെലവാക്കി ഇതിലേക്ക് പ്രവർത്തിച്ച ആളാണ്. അച്ഛൻ്റെ നേരെ അനിയൻ പോലീസിൻ്റെ അടി ഇഷ്ടം പോലെ, കോളേജ് പ്രൊഫസറായിരുന്നു, NN പോറ്റി. ഞാൻ എല്ലാം പറയല്ല, അങ്ങനെ ആ പാർട്ടി ഇന്നില്ല എന്നുള്ളതാണ് ഫീൽ ചെയ്തത്. അന്നത്തെ പാർട്ടി അല്ലെങ്കിൽ പോലും ഞാൻ ഈ പാർട്ടിയിലേക്ക്, ഞാൻ ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കാലത്തെ ആ ഒരു മനസ്സോ ആ ഒരു രീതിയോ സത്യത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പരിശോധിക്കുക തന്നെ വേണം. ഇത് ഞാൻ പലരോടും പറഞ്ഞു, പാർട്ടിയുടെ എന്നോട് ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞു. ഏറ്റവും സങ്കടം, ഈ 3 തവണ MLA ആക്കി, അതിൻ്റെ എല്ലാ അവകാശവും അധികാരവും ഒക്കെ എടുത്തോട്ടെ, പക്ഷെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടി ഏത് പാർട്ടി ആയാലും സ്ഥാനാർത്ഥിയാക്കുമോ എന്തെങ്കിലും ആകാം, അതൊരു വലിയ അധികാരമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അധികാരം എന്തിനാ? മനുഷ്യർക്ക് സഹായിക്കാനല്ലേ, മനുഷ്യർക്ക് വേണ്ടി നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവരിക, മനുഷ്യർക്കൊപ്പം നിൽക്കുക. അത് ഒരു ക്ലേശപ്പെട്ട പണി തന്നെയാണ്, ഒരു സംശയമില്ല. അതൊരു വലിയ കിരീടമായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇരുട്ട് വെളുക്കുവോളമുള്ള പാതിരാത്രിക്ക് കറണ്ട് പോയെന്നവരെ വിളിച്ചു പറഞ്ഞാൽ അതുവരെ അഡ്രസ്സ് ചെയ്യേണ്ട ജോലി ജനപ്രതിനിധിക്കുണ്ട്. അതൊരു വലിയ കിരീടമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നവരോടും കാലുമാറിയെന്ന് പറയുന്നവരോടും കാലുമാറി മറ്റു പാർട്ടികളിൽ നിന്ന് ആ പാർട്ടിയിലേക്ക് എത്തുന്നവരെ എന്താണ് പറയുന്നതെന്ന് എൻ്റെ ഒരു ചോദ്യമുണ്ട്. അതെന്ത് വർഗവഞ്ചനമാണെന്നുള്ള ചോദ്യം എനിക്കുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് എല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് തന്നതല്ലേന്ന് ചോദിച്ചാൽ താനെ ഒരെണ്ണവും നിയോജക മണ്ഡലത്തിലേക്ക് വരില്ല. അറിയുമോ, ഞാൻ ഇച്ചിരി സംസാരിച്ചു പോകും. താരേമല്ല, നിരന്തരമായിട്ടുള്ള ഇടപെടലും ഫോളോ അപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൻ്റെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളൊരു കമ്പാരിസൺ നടത്തണം. 2006 വരെയുള്ള 35 വർഷക്കാലം മന്ത്രിയായിട്ടൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരിക്കലുമല്ല. എന്ത് ഇവിടെ കൊട്ടാരക്കരയിലുണ്ടായി? 2006 ശേഷം 21 വരെ എന്തൊക്കെ ഉണ്ടായി? ഈ 5 വർഷം കൊണ്ട് എന്തൊക്കെ ഉണ്ടായെന്നൊരു താരതമ്യ പഠനം പത്രക്കാരുൾപ്പെടെയുള്ളവരുണ്ട്. ഒന്ന് പരിശോധിച്ചേ.
ഞാൻ ഒരിക്കലും ആരെയും എത്രയോ നല്ല സഖാക്കൾ, പ്രവർത്തകർ എനിക്ക് ഇപ്പോഴും ജീവൻ, അവരെന്നെ വെറുത്താലും എനിക്ക് വിഷമമില്ല. എനിക്ക് ഇപ്പോഴും അവരോട് ഇഷ്ടമുള്ള ഒത്തിരി സപ്പോർട്ട് താഴെത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകരും എന്നും തന്നിട്ടുണ്ട്. അതിലുപരി രാഷ്ട്രീയത്തിനതീതമായി ഞാനൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നപ്പോഴും നല്ല കരുതൽ തന്നവരും ഒപ്പം പ്രവർത്തിച്ചവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എതിർ രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോഴും നമ്മളൊന്നും രാഷ്ട്രീയം നോക്കിയല്ലല്ലോ ഒരു സ്ഥലത്തൊരു BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കിയല്ല, പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ മേലെ ആയി പോകുന്നുണ്ടോ? അതുപോലെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നു. അവസാനം ഞാൻ മാറി. ഞാൻ ലാസ്റ്റ് എന്നും പറയുമായിരുന്നല്ലോ ഇനി പുതിയ ആളാണ് വരുന്നതെന്ന്. ഇപ്പം തന്നെ 3 പ്രാവശ്യമായി പുതിയ ആൾ വരുമെന്ന് ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പുതിയ ആൾ വരുമെന്ന്. ആരോ ആയിക്കോട്ടെ, വന്നപ്പം ഏറ്റവും മുന്നിൽ നിന്ന് എനിക്ക് വോട്ട് തരണമെന്നാണ് എനിക്ക് വോട്ട് ചെയ്ത പോലെ എന്നേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് എത്ര യോഗങ്ങളിൽ ഞാൻ പറഞ്ഞു ഇല്ലേ? CPMൻ്റെ പ്രതിനിധിയെ ജയിപ്പിച്ചു ജനങ്ങൾ. ഞാൻ അന്നും പറഞ്ഞു തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനത്തൊരു എല്ലാവരും പറയുമല്ലോ കൊട്ടാരക്കരയ്ക്കൊരു മന്ത്രി വേണം, ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രി തന്നെ കൊട്ടാരക്കരയിൽ വന്നില്ലേ?